എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് പൊതുസ്ഥലങ്ങളിലെ ശുചിത്വം ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തം എന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ ഉയർന്നുവരുന്ന ഏറ്റവും വലിയ ചോദ്യമെന്ന് പറയുന്നത് എൻ്റെ വീടല്ലല്ലോ ഞാൻ വൃത്തിയാക്കാൻ എന്നതാണ്. എൻ്റെ വീട് മാത്രം ഞാൻ വൃത്തിയാക്കിയാൽ പോരെ, പിന്നെന്തിനാണ് ഞാൻ പൊതുസ്ഥലങ്ങളും വൃത്തിയാക്കേണ്ടത് എന്ന്. ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെ സ്വത്ത് മാത്രമല്ല പൊതുസ്ഥലങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മൾ ജീവിക്കുന്നിടം നമ്മുടെയും കൂടെ സ്വത്ത് കൂടിയാണ്. അപ്പോൾ നമ്മളാണ് അത് വൃത്തിയായി സൂക്ഷിക്കേണ്ടതും നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടതും. അല്ലാതെ നമ്മുടെ വീട് മാത്രം വൃത്തിയാക്കിയതിൽ ഒരു അർത്ഥവും ഉണ്ടാവുകയില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുകയോ അതുപോലെ തന്നെ തുപ്പിയിടുകയോ അങ്ങനെ പല പ്രവർത്തനങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ പൊതുസ്ഥലങ്ങളിലും ചെയ്യേണ്ടത്. നമ്മുടെ വീട് എൻ്റെ വീട് മാത്രം ഞാൻ വൃത്തിയാക്കിയാൽ മതി, പൊതുസ്ഥലങ്ങളിൽ ഞാൻ എന്തുകൊണ്ട് ഞാൻ വൃത്തിയാക്കണമെന്ന ചോദ്യം പലരുടെയും ഉള്ളിൽ ഇപ്പോൾ ഉള്ളതാണ്. അത് മാറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇല്ല എങ്കിൽ നമ്മുടെ പൊതുസ്ഥലങ്ങളെല്ലാം വേസ്റ്റുകൾ കൊണ്ട് കുമിഞ്ഞു കൂടുമെന്നതിൽ ഒരു സംശയവും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇങ്ങനെ പൊതുസ്ഥലങ്ങൾ വൃത്തികേടാകുന്നതിന് പല മോശമായ കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ടൂറിന് വന്നവരും അതുപോലെ തന്നെ ബസ്സിന് പോകുന്നവരും യാത്ര ചെയ്യുന്നവരുമൊക്കെ പ്ലാസ്റ്റിക്കുകളും ഭക്ഷണപ്പൊതികളും ഒക്കെ വലിച്ചെറിയുന്നത് നമ്മൾ എല്ലായിടങ്ങളിലും കാണാറുള്ളത് തന്നെയാണ്. പക്ഷേങ്കിൽ അങ്ങനെ വലിച്ചെറിയുമ്പോൾ കനാലുകളിൽ ഒക്കെ അത് പ്ലാസ്റ്റിക്കുകളും ഒക്കെ കെട്ടിക്കിടന്ന് അവിടെ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയാകുന്നു. അതൊരു ബ്ലോക്ക് ഉണ്ടാക്കാൻ പ്ലാസ്റ്റിക്കുകളും കാരണമായി തീരുന്നു. അപ്പോൾ അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ മഴക്കാലത്ത് അവിടെ കൊതുകുകൾ മുട്ടയിടുകയും അങ്ങനെ കൊതുകുകൾ വളർന്ന് അവിടെ കൊതുകുകളിൽ നിന്ന് ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ വളരാൻ കാരണമായി തീരുന്നു. അപ്പോൾ ഇത് ഏറ്റവും വലിയ നമുക്ക് രോഗമുണ്ടാക്കാൻ ഇത് പൊതുസ്ഥലങ്ങൾ വൃത്തികേടാക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ മനുഷ്യർക്കും പ്രകൃതിക്കും ഉപദ്രവം മാത്രമാണ് നമ്മളിങ്ങനെ വലിച്ചെറിയുകയാണെങ്കിൽ ചെയ്യുന്നത്. നമുക്ക് പല രോഗങ്ങളും പിടിപെടാൻ സാധ്യതയാകുന്നു. പിന്നീട് നമുക്കറിയാമല്ലോ, നമ്മുടെ കേരളം എന്ന് പറയുന്നത് കാഴ്ചകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ മുക്കിലും മൂലയിലുമുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിൽ വന്ന് കാഴ്ചകൾ കാണാറുണ്ട്. ബീച്ചുകൾ, വെള്ളച്ചാട്ടങ്ങൾ, പ്രകൃതി ഭംഗികൾ, അതുപോലെ തന്നെ കായൽ തീരങ്ങൾ, കടലുകൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നവരുമുണ്ട്. അതുപോലെ തന്നെ കലകളാലും സമ്പന്നമായാണ് നമ്മുടെ കേരളമുള്ളത്. പക്ഷേ എങ്കിൽ നമ്മളിങ്ങനെ മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ പൊതുയിടങ്ങളിൽ വലിച്ചെറിയുകയാണെങ്കിൽ വരുന്ന ആൾക്കാർക്ക് വളരെയധികം ഒരു മോശമായ ചിന്താഗതിയായിരിക്കും നമ്മുടെ കേരളത്തെ പറ്റി ഉണ്ടായിരിക്കുക. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു അഭിമാനം തന്നെയാണ് അതിലൂടെ പോകുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ഈ പ്ലാസ്റ്റിക് വലിച്ചെറിയലിലൂടെ നമുക്ക് വൃത്തികേടാവുക മാത്രമല്ല ചെയ്യുന്നത്, നമുക്ക് രോഗം വരാനും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനം നഷ്ടപ്പെടാനും കാരണമാകുന്നു. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ എണ്ണം കുറയുമെന്നതിൽ ഒരു സംശയം ഉണ്ടാവുകയില്ല. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളം സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സംസ്ഥാനമാണ്. പക്ഷേ എങ്കിൽ ഇനിയും നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇനി നമുക്ക് ഈ വിനോദസഞ്ചാരികളെയൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ സർക്കാരിന് മാത്രമല്ല ഇതിന് പങ്കുള്ളത്. നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ശുചിത്വത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ മാത്രം മുൻകൈ എടുത്തുകൊണ്ട് ഇത് ചെയ്തിട്ടൊരു കാര്യവും ഉണ്ടാവുകയില്ല. നമ്മളെല്ലാവരും ഇതിനു വേണ്ടി പ്രവർത്തിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ പ്രവർത്തിക്കാമെന്ന് നോക്കാം. ഒന്നാമതായി, നമ്മൾ പ്ലാസ്റ്റിക്കുകളും ഭക്ഷണ പദാർത്ഥങ്ങളും ഒന്നും ഒരിക്കലും അലക്ഷ്യമായി വലിച്ചെറിയാൻ പാടില്ല. അതുപോലെ തന്നെ എവിടെയെങ്കിലും പ്ലാസ്റ്റിക്കോ മറ്റു പല വസ്തുക്കളോ പ്ലാസ്റ്റിക് പരമായ വസ്തുക്കളോ കിടക്കുന്നത് കണ്ടാൽ നമ്മളത് എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പലയിടങ്ങളിലും വേസ്റ്റ് ബാസ്ക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് പലരും ഇപ്പോൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത്. അപ്പോൾ പലയിടങ്ങളിലും വേസ്റ്റ് ബാസ്ക്കറ്റുകൾ വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് ജൈവം അജൈവം എന്നിങ്ങനെ പറഞ്ഞ് രണ്ട് വേസ്റ്റ് ബാസ്ക്കറ്റുകൾ ഉണ്ടായിരിക്കണം. നമ്മൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യണം.
അതുപോലെ തന്നെ ആരെങ്കിലും അറിവില്ലാതെ പ്ലാസ്റ്റിക്കുകളും ഒക്കെ വലിച്ചെറിയുന്നത് കണ്ടാൽ, അതുപോലെ തന്നെ മറ്റ് ഭക്ഷണ വസ്തുക്കളും ഒക്കെ വലിച്ചെറിയുന്നത് കണ്ടാൽ അവരെ പറഞ്ഞു മനസ്സിലാക്കണം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നമുണ്ടാവുക. അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ അവരിൽ പറഞ്ഞു മനസ്സിലാക്കണം. അപ്പോൾ ഇനി അങ്ങനെ അവർ ചെയ്യുകയില്ല. പിന്നെ അവർ വേറെ ആരെങ്കിലും ചെയ്യുന്ന കണ്ടാൽ അവരും അവരോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സർക്കാർ മാത്രം ഇത് മുൻകൈ എടുത്തുകൊണ്ട് കാര്യമില്ല. പിന്നെ നമുക്കറിയാം, വിദ്യാർത്ഥികളും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളാണ് ഈ കാര്യങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, പ്ലാസ്റ്റിക്കുകൾ എവിടെയും കിടക്കുന്ന കണ്ടാൽ അത് വൃത്തിയാക്കുകയും ചെയ്യണം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അത് അറിവ് ലഭിക്കുമെന്ന് വെച്ചാൽ, ഈ മുതിർന്നവരും വലിയവരും അത് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. പ്ലാസ്റ്റിക്കുകൾ ഒരിക്കലും അലക്ഷ്യമായി വലിച്ചെറിയുന്നു, പൊതുയിടങ്ങൾ വൃത്തിയോടെ സൂക്ഷിക്കണമെന്നും ഒക്കെ വിദ്യാർത്ഥികളെ ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വരും തലമുറയും അത് കണ്ടു പഠിക്കുകയും അങ്ങനെ തലമുറകളോളം അത് മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ പൊതുയിടങ്ങളെന്ന് പറയുമ്പോൾ വെറും ഒരു വൃത്തികേടാവുക മാത്രമല്ല ചെയ്യുക, നമ്മുടെ രോഗത്തിനും അതുപോലെ തന്നെ വിനോദസഞ്ചാരികളിലും ഒക്കെ വളരെയധികം പങ്കുവഹിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.